എന്റെ കൂടപ്പുറപ്പായിട്ട് 4-5 പേരുണ്ടെങ്കിലും അബ്ദുള്ളയെ പോലെ ഒരു സഹോദരനെ കിട്ടാൻ പടച്ചോനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും. അബ്ദുള്ളയെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്ത് എവിടെ ഉണ്ടാവില്ല സാർ. തെരുവിൽ ചെരുപ്പൂത്തിയായിരുന്നു എനിക്ക് പൈസ മുടക്കി ഈ ചായക്കട ഇട്ട് തന്നത് അബ്ദുള്ളയ്ക്ക്. കുടുംബത്തിലെ പ്രാരാബ്ദം കാരണം തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്ക് പോയ എന്റെ കുട്ടികളെ അബ്ദുള്ളയാണ് വീണ്ടും പഠിപ്പിക്കാൻ സാധിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകരുതെന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ചുയർത്തിയ ആളാണ് അബ്ദുള്ള. വീടുണ്ടോന്നോ അവനോ? കൂടെയുള്ള എനിക്ക് പോലും അറിയത്തില്ല അവൻ എപ്പോഴാ വരുന്നത്, എപ്പോഴാ പോകുന്നത്, എവിടാ കിടന്ന് ഉറങ്ങുന്നത് പോലും. പിന്നെ താൻ എവിടെ പോയി നോക്കാനാ? മേഡം, നമ്മൾ സംശയിച്ചത് ശരിയാണ്. അബ്ദുള്ളയുടെ കട 1996 ശേഷമാണ് അവിടെ വന്നിട്ടുള്ളത്. അയാളുടെ ആക്ടിവിറ്റീസ് ആ കടയിലെ എംപ്ലോയീസിന് പോലും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ കടയ്ക്ക് അവധി കൊടുക്കുന്നുണ്ട്. ആ അവധി ദിവസവും VIP-കളെ തട്ടിക്കൊണ്ടുപോയ ദിവസങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് മേഡം. നായർ, നമുക്കുടനെ ഒരു പ്ലാൻ ചെയ്യണം. ഏകദേശം നമ്മൾ കുറ്റവാളിയുടെ അരികിൽ എത്തിയിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അടുത്തെത്തിയിരിക്കുന്നു. CBI സരോജിനി ഹരിചന്ദ്രൻ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. അടുത്ത കിഡ്നാപ്പ് നടക്കുന്നതും അവർ നമ്മുടെ അടുത്ത് എത്തുന്നതും രണ്ടും ഒരേ സമയമായിരിക്കും. സോ നമ്മുടെ പ്ലാൻ തീർച്ചയായും വർക്കൗട്ട് ആവണം. അതിരിക്കട്ടെ മോനെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ കാരണം ഒരുപാട് പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് CBIയും മറുവശത്ത് പോലീസും നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് മൂന്നാമത്തെ കിഡ്നാപ്പ് നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്താൽ ഞാനും ബാപ്പയും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഓരോ കിഡ്നാപ്പും അവരുടെ സ്ഥലത്ത് തന്നെ നടക്കണം. അതും ഈ ഗവൺമെന്റിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആയിരിക്കണം. അപ്പോഴേ നമ്മൾ വയ്ക്കുന്ന ഓരോരോ ചുവടുകളും അവർക്ക് തിരിച്ചടിയാവൂ. നാളെ രാവിലെ പതിവായി അവൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് മോസ്കിന് ചുറ്റും നമ്മൾ റെഡിയായിരിക്കണം. ആ തെരുവിൽ കഴിയുന്നവർക്ക് നമ്മളെ കണ്ടാൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും തോന്നില്ല. ആർക്കും ഒരു സംശയം തോന്നാതെ ഞാൻ DGP ഓഫീസിനുള്ളിൽ കയറി പറ്റും. മോനെ ഞങ്ങളും കൂടി. വേണ്ട ഏട്ടാ, ഞാൻ തനിച്ചു പൊക്കോളാം. വേറെ ആരും വേണ്ട. മോനെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ CBIയും പോലീസും എന്നെ സിവിയറായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുക. അതല്ല മോനെ. അല്ല ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പുറത്ത് നിന്നാൽ മതി. DGPയെ കിഡ്നാപ്പ് ചെയ്താലുടൻ ആ സ്ഥലത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കും. അതിനുശേഷം എന്നെ ആര് ഫോളോ ചെയ്താലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നമ്മൾ അവനെ ജീവനോടെ തന്നെ പിടിക്കണം. ഇതാണ് സിറ്റിസനും അവന്റെ കൂട്ടാളികൾക്കും നമ്മൾ കൊടുക്കാൻ പോകുന്ന തക്ക ശിക്ഷ. ഇത് CBIക്കും എന്നെ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന തിരിച്ചടി. മാഡം, ദിസ് ഈസ് ശങ്കർ. ഞാൻ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓവർ. ഞാൻ ഭരത്താണ്. പള്ളിത്തെരുവിൽ എൻട്രൻസ് വെയിറ്റ് ചെയ്യാം. ഓവർ. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എവരിബഡി അലർട്ട്. മേഡം, ഹി ഈസ് ഹിയർ നൗ. ഓക്കേ. മേഡം, അബ്ദുള്ള വരുന്നുണ്ട്. യെസ്, ഐ ആം വാച്ചിങ്. നോ നോ, ഡോണ്ട് ഷൂട്ട്. യെസ് മേഡം. ആരും തോക്കെടുക്കരുത്. പ്രശ്നങ്ങൾ വലുതാകാൻ സാധ്യതയുണ്ട്. ദിസ് ഈസ് മാസ്. ഓക്കേ, ഡോണ്ട് ഷൂട്ട്. അകത്തേക്ക് നിസ്കരിക്കാൻ പോയവൻ ഏത് നിമിഷവും പുറത്തു വരാം. അവൻ വന്ന ഉടനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്ത ഏത് നിമിഷവും എന്ത് സംഭവിക്കാം മാഡം. റൈറ്റ്, സൂക്ഷിക്കണം. Be careful. മാഡം, അവൻ എത്തിയിട്ടില്ല. മാഡം, എല്ലാവരും പോയി. കുറച്ചു നേരം കൂടി കാക്കാം. ഇല്ല മാഡം, എല്ലാവരും പോയിരിക്കുന്നു. ഈ പള്ളിയിൽ ഇപ്പൊ ആരും തന്നെ ഇല്ല. എന്താ പറയുന്നത് നായർ? യെസ് മാഡം. ആക്ട് ഫാസ്റ്റ് ഇമ്മീഡിയറ്റ്ലി.
നമ്മൾ ഇത്ര ഗൗരവത്തോടെ ഇരുന്നിട്ടും അവൻ എവിടെ പോയി? എങ്ങോട്ട് പോയി? Come on, move. വേഗം വേഗം വിടല്ലേ. Move. Move. അവിടെ നോക്ക്. നായർ. Come on. മാഡം മാഡം അവിടെ ഒരു സീക്രട്ട് വേണ്ട മാഡം. ദേ അവിടെ. വേണ്ട വേണ്ട ഗിൽബർട്ട്, ഫിംഗർ പ്രിന്റ് വരാതെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് CBIയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റി. ടെലികമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ്. സർ, തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ നിസ്സാര കാര്യത്തിനായി ഇത്രയും സമയം എടുത്തത്. ഛേ, നാണക്കേട്. ഞാൻ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി. നമസ്കാരം അനിയ, ഞാനാണ് മന്ത്രി ഇടിക്കുള രാമചന്ദ്രൻ. നിങ്ങൾ മറക്കാൻ പറ്റും. എന്താ വല്ലാണ്ടങ്ങ് തടി വെച്ചല്ലോ. ആ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അനിയന് തൈറോയിഡിന്റെ അസുഖം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം വെച്ചത്. കറക്റ്റായിട്ടാ പറഞ്ഞത്. കറുകപ്പുല്ലിടിച്ച ചാറ്, 1/2 ടീസ്പൂൺ ആടിന്റെ രക്തവും ചേർത്ത് ദിവസം 3 നേരം വെച്ച് 7 നാള് കഴിച്ചാ എത്ര കൂടിയ തൈറോയിഡ് ആണെങ്കിലും പമ്പ കിടക്കും. എന്നാ പ്രമാണം. ഓ, ഈ കിഴങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് വെറുതെ ഇരിക്കടാ. അനിയൻ എന്താ ഇവിടെ ഈ വഴിക്ക്? ഡാമിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി DGP കണ്ടിട്ട് പോകാന്ന് കരുതി വന്നാ. അത്രേ ഉള്ളോ കാര്യം? പോലീസേ, അനിയൻ വന്നിരിക്കുന്നു DGPയോട് പോയി പറ. സാറ് ആരാന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അത് പിന്നെ സാറ് ആരാന്ന് വെച്ചാ കുളിത്തല MLA തനികാച്ചലം. ആ, കുളിത്തല, നമ്മുടെ സ്വന്തം തല. അനിയ, എന്നെ കൊണ്ടങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓ, നിങ്ങൾ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നെ സേഫായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ സേഫായിട്ട് കൊണ്ട് എത്തിച്ചല്ലേ. അയ്യോ, എനിക്ക് വയ്യ. ഞാനിപ്പോ എന്താ പറയാ? യു മേ ഗോ. അയ്യടാ, ഇവിടെ ഉണ്ടാവില്ലോ അല്ലേ? പോയിട്ട് വരേടാ. എന്തൊരു എളിമ.